ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സീസണിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ക്രിസ്മസ് സീസണാണ്, ഹോളിഡേ സീസണാണ്. ഞങ്ങളാണെങ്കിൽ ഡെലിവറിക്കായിട്ട് നാട്ടിലേക്ക് പോന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ ചേട്ടനും അമ്മയും ചേട്ടത്തെയൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിരുന്ന ക്രിസ്മസ് ക്രിബും ട്രീയും ഒക്കെ ഡെക്കറേഷൻ. അത്ര എവിഡൻ്റായിട്ട് മനസ്സിലാവില്ല രാത്രി ആയതാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയും ആ ഒരു ലൈറ്റിൻ്റെ ഒരു ആംബിയൻസും ആ ഒരു മൂഡൊക്കെ കാണണമെങ്കിൽ രാത്രി തന്നെ കാണണ്ടേ. അപ്പം ഇത്തവണയും എല്ലാ വർഷത്തെ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞു ക്രിബ് ഞങ്ങൾ ഒരുക്കി. ഇന്ന് ക്രിസ്മസ് ഈവാണ്. ഇത് ഏട്ടത്തി ഇതൊക്കെ നോക്കി ഉണ്ടാക്കിയേക്കുന്ന ഓരോ കുഞ്ഞു ക്രിസ്മസ് ഡെക്കോഴ്സാണ്. ചേട്ടത്തി ഇപ്പോൾ ഇങ്ങനെ ഉള്ള DIY സംഭവങ്ങളിലൊക്കെ ഭയങ്കര പ്രോ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കാണാം. അപ്പം നമുക്കാണെങ്കിലും എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് തന്നെ കോമൺ ആയിട്ട് കിട്ടുന്ന ഐറ്റംസും കുറച്ച് പർച്ചേസ് ചെയ്ത ഐറ്റംസൊക്കെ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതിനുള്ള സ്കില്ലും ഒരു പരിധി വരെ പേഷ്യൻസും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വൈകുന്നേരം മേലൊക്കെ കഴുകിക്കഴിഞ്ഞ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. ടെൽ മീ യു ആർ ഇൻ കേരള വിത്തൗട്ട് ആക്ച്വലി ടെല്ലിങ് മീ ദാറ്റ് യു ആർ ഇൻ കേരള. അതാണ് ഇവിടെ കാണുന്നത്. എല്ലാ സീസൺസും ജാതി മത ഭേദമന്യേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അല്ലേ. അപ്പോൾ റോട്ടിൽ കൂടെ ക്രിസ്മസ് കരോൾ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് അതൊക്കെ എല്ലാ സീസൺസിൻ്റെയും അതിൻ്റേതായ തനതായ ആഘോഷങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. അപ്പം മേലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫേമസ് മഞ്ഞുമൽ ചർച്ച്. എല്ലാ വർഷത്തെ പോലെ ഇപ്പോൾ പള്ളി റിനോവേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ പള്ളി അലങ്കരിച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നാൽ സിമ്പിളായിട്ട് ആ ഒരു ആംബിയൻസും ഒക്കെ രാത്രി കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ ഓരോ യൂണിറ്റിൻ്റെ ക്രിസ്മസ് ട്രീസ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുർബാന കഴിയുമ്പോഴത്തേക്കും ആരാണ് വിന്നർ എന്ന് അവർ അനൗൺസ് ചെയ്യും. എനിക്ക് പേഴ്സണലി കുറച്ച് വൈറ്റിനോടും ഗ്രീനിനോടൊക്കെ ഇപ്പോൾ നല്ല താല്പര്യമായതാണ്. എനിക്കിഷ്ടപ്പെട്ടത് ഒരു ഗ്രീൻ കളറിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത ഒരു ക്രിബാണ്. വാൾനട്ടിന് വൈറ്റ് ആ സ്നോ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ടായി. ആ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മഞ്ഞും ആ ഒരു വെളുത്ത് വൈറ്റ് കളറിൽ ആ ഒരു പീസ് അല്ലേ, ഒരു സമാധാനം, അങ്ങനത്തെ ഉള്ളൊരു ഫീലിംഗാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇതാണ് ഒരു ട്രീ. ഇങ്ങനെ കുറേ കറക്റ്റ് കൗണ്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും കുറച്ചധികം എത്ര യൂണിറ്റ് ഉണ്ടോ അത്രയും യൂണിറ്റിൻ്റെ ട്രീസ് അവരവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ പാതിരാ കുർബാന ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും കേട്ടോ. ഇപ്പം ഞങ്ങൾ വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, നാളൊരു ഡിന്നർ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ 8:39 ആണിത് സമയം. ഈ സമയത്ത് ഞങ്ങൾ നടന്നപ്പോൾ ഭയങ്കര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതാണ് പള്ളി അടുത്തിടയ്ക്കാണ് റെനോവേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ പള്ളിയിലെ. അപ്പം നിങ്ങളീ കാണുന്നതാണ് പള്ളിയും ധ്യാനകേന്ദ്രത്തിൻ്റെയും ഒക്കെ അവിടെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ക്രിബും ഡെക്കറേഷൻസും എല്ലാം എല്ലാ വർഷവും ഇതുപോലെ അവർ ചെയ്യും. അതൊക്കെ കാണാൻ ഒരുപാട് പേര് വരും. ഞങ്ങൾ ഈ വർഷം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയത് കാരണം ഒട്ടും തന്നെ ക്രൗഡ് ഉണ്ടായിരുന്നില്ല. നോർമലി ആ ഒരു കുർബാനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല നിറച്ച് ആൾക്കാരുണ്ടാവും. ഇത് സെമിനാരിയുടെ അവിടെ ഉള്ള അവരുണ്ടാക്കിയേക്കുന്ന ക്രിബാണ് ഈ കാണുന്നത്. ഇവിടെ സൈഡിലുള്ള കടകളിലും വീടുകളിലും ഒക്കെ നിറച്ച് ഇലുമിനേഷൻസും സ്റ്റാറുകളും ഒക്കെ ഒരുപാട് വച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഞങ്ങൾ എപ്പോഴും ബാംഗ്ലൂർ ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലൊക്കെ വൈറ്റ് കളറിലെ സ്റ്റാറാണ് ഇടാറ്. അതൊരു കണ്ണിനൊരു ഭയങ്കര ഒരു സൂതിങ്
പ്ലസൻ്റായിട്ടുള്ളൊരു ഫീലിംഗ്, നമുക്കൊരു റിലാക്സ് ചെയ്തൊരു ഫീലിംഗ് കിട്ടും. അത് നോക്കിയിരിക്കാൻ തോന്നും. പിന്നെ ഭയങ്കര എന്താ പറയുക, പളപളപ്പനായിട്ടുള്ള ഡെക്കറേഷൻസിനോടൊന്നും പൊതുവേ എനിക്ക് താല്പര്യമില്ല. പള്ളിയും ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ റിനോവേറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെയും പോളേട്ടൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. നല്ലൊരു ആയുരാരോഗ്യ സൗഖ്യമുള്ള അച്ചീവ്മെൻറ്റ്സ് നിറഞ്ഞ വിഷസൊക്കെ നിങ്ങളുടെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങി എല്ലാം ഒന്ന് പിന്നെയും ലൈഫ് നോർമലായി തുടങ്ങിയത്. അതിങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.